ഹേ ഗായ്സ്, അങ്ങനെ ഫൈനലി ഐഫോൺ 17 സീരീസ് ലോഞ്ച് ആയിരിക്കുകയാണ്. 4 വേരിയൻസ് ആണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ബേസ് വേരിയൻ്റ് ഉണ്ട്, എയർ ഉണ്ട്, പ്രോ ആൻഡ് പ്രോ മാക്സ്, ഇങ്ങനെ 4 വേരിയൻസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഡിസൈൻ ആൻഡ് സ്പെക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും ക്ഷമിക്കുക. പക്ഷേ അതിൻ്റെ പ്ലസിൽ നിന്നാണ് തുടങ്ങുക കേട്ടോ. ഈ വട്ടം എല്ലാം എന്താ പറയുക 256 GB ആണ് സ്റ്റാർട്ടിങ്. ഐഫോൺ അത് മിനിമം വേണം. ആക്ച്വലി ഇവരുടെ ക്യാമറയിലൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ മെമ്മറി തീരും, ഒരു അപ്ഡേറ്റ് വരുമ്പോഴേ മെമ്മറി തീരും. സോ അതുകൊണ്ട് 256 GB തന്നെ കുറവാണ്. സോ മിനിമം സ്റ്റോറേജ് അതാക്കി, അതനുസരിച്ച് പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുമുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഫൈനലി ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സോ എല്ലാ മോഡൽസിലും സ്റ്റാർട്ടിങ് ഫ്രം ബേസ് മോഡൽ ഓൺവേർഡ്സ് 120 Hz കിട്ടും. പുതിയ ചിപ്പ് ലോഞ്ച് ചെയ്തു, A19 ഓൺ ദ ബേസ്, A19 Pro ഓൺ ബാക്കി വേരിയൻസിലെല്ലാം. ബേസ് വേരിയൻ്റ് ആക്ച്വലി 16 തന്നെയാണ് വിത്ത് എ ബിഗർ സ്ക്രീൻ ആൻഡ് 120 Hz. സോ നിങ്ങൾ വലിയ മാറ്റം ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ ബെറ്റർ ഗോ വിത്ത് ദ ഓൾഡ് മോഡൽസ്. അതൊരു അപ്ഗ്രേഡേ അല്ല ആക്ച്വലി. അതിൻ്റെ ഡിസൈനിലൊരു മാറ്റമില്ല. നമ്മൾ ഇത്രയും രൂപ കൊടുത്തൊരു 85,000 എന്തോ അല്ലേ. ആലോചിക്കടേ. രണ്ടാമത്തെ കാര്യം എയർ. ഞാനൊക്കെ പേഴ്സണലി ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ പോലും പ്ലസ് മോഡൽസ് ആയിരുന്നു. ബാറ്ററി ബാക്കപ്പ് കുറച്ച് കിട്ടിയിരുന്ന ഫോണാണ്. അത് അവന്മാരെടുത്ത് ദൂരെ എറിഞ്ഞിടേ, എന്നിട്ടൊരു എയർ കയറ്റി വിട്ടിട്ടുണ്ട്. എന്തിനു കൊള്ളാം ഡിസൈൻ അല്ലേ. എനിക്ക് ആക്ച്വലി പേഴ്സണലി ആരും വന്ന് ട്രോൾ ചെയ്തത്, പക്ഷേ എനിക്ക് പേഴ്സണലി ഈ സംഭവം ഇഷ്ടപ്പെട്ടതേ ഇല്ല. ആക്ച്വലി ഇതിനു കൊള്ളാം. ഇതിനെക്കാട്ടിലും നല്ലത് ആ ടെക്നോ പോവാന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. 19,000 രൂപ എന്തേ ഉള്ളൂ. അങ്ങനെ സ്ലിം ഫോൺ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് മേടിച്ചോ. ഇത് 5.6 mm തിക്നെസ്സിൽ ഒരു ബ്ലണ്ടർ ഫോൺ ഇറക്കിയ പോലെ എനിക്ക് തോന്നിയത്. ബാറ്ററി ബാക്കപ്പ് ഉണ്ടാകത്തില്ല. അവർ തന്നെ 1 day എന്ന് പറയുന്നത്. ആപ്പിൾ ഒരു ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ തികച്ച് കിട്ടിയാലായി. കാരണം അവർ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറഞ്ഞിട്ട് അടുത്ത നിമിഷം അവർ പറഞ്ഞത് അവരുടെ അവരുടെ ഇതിനെ പറ്റി എന്താ പറയുക, പവർ ബാങ്കിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതിന് ഒരിക്കലും ബാറ്ററി ബാക്കപ്പ് ഇല്ല. ഇത് ഹീറ്റിങ് വരാനടുത്ത് ഒന്നുമില്ല. ഫിസിക്കൽ സിം പോലും അവന്മാരെടുത്ത് കളഞ്ഞു. ഇതൊക്കെ എത്രത്തോളം ഇന്ത്യയിൽ ആൾക്കാർ മേടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഫിസിക്കൽ സിമ്മൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാൻസിന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് ഫ്ലിപ്പും ഫോളും കൊണ്ട് നടക്കുന്ന പോലെ ഇങ്ങനെ മേടിക്കാം, വളയ്ക്കാം, ഒടിക്കാം, എറിയാം, ഇതൊക്കെ തന്നെ ചെയ്യാം. അടുത്ത സീൻ പ്രോ മോഡലാണ് എന്തെങ്കിലും പറയാനുള്ളത്. മാങ്ങാണ്ടി പോലൊരു ഡിസൈനും ഉണ്ടാക്കി വെച്ച് പോക്കോടെ ഡിസൈൻ എടുത്തിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതും കടലിലേക്ക് കുതിക്കുന്നതും കട്ടയൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നതും ഒക്കെ അവന്മാർ കാണിക്കുന്നുണ്ട്. സെറാമിക് ഷീൽഡ് ഇതിവട്ടം 2 മേളിലും പുറയിലും മുന്നിലും ഉണ്ട്. അപ്പോൾ പൊട്ടുവാണെങ്കിൽ 2 മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്.